ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വർഷ ഒരു ദിവസം ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും ഹാളിൽ നിൽക്കുന്ന സമയത്ത് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. രേവതി ചോദിക്കുന്നുണ്ട്, വർഷ നീ എന്തിനാണ് കരയുന്നതെന്ന്. പക്ഷെ മറുപടി ഒന്നും പറയാതെ ഭയങ്കര കരച്ചിലാണ്. എന്തിനായിരിക്കും വർഷ കരയുന്നതെന്നുള്ള കാര്യം അറിയാതെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയുടെ കയ്യിലേക്ക് വർഷ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ. അത് മറ്റാരതും അല്ല, ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ പുതിയ ഓണറായിട്ട് വന്നിട്ടുണ്ടല്ലോ, അവര് രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണിക്കുന്നത്. ആ ഫോട്ടോ കണ്ട ഉടനെ സച്ചി ആണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവര് ജോലിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഫോട്ടോ എടുത്തിട്ടതായിരിക്കും. അതിനു മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ടേ. അങ്കിൾ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വർഷ പറയുന്നുണ്ട്. ഉടനെ തന്നെ സച്ചി അങ്ങ് വായിക്കുവാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇവനില്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ ഈ പ്രണയത്തിന്റെ കുരുക്കിൽ വീണു പോയി എന്നാണ്. ഹാർട്ടിന്റെ ചിഹ്നം ഇട്ടിട്ട് അതിന്റെ തൊട്ടടുത്ത് ശ്രീകാന്ത് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോ ശ്രീകാന്തും ആ പെണ്ണുമായിട്ട് റിലേഷനിലാണോ എന്നുള്ള കാര്യം നീ എന്ത് വർത്താനാടാ പറയുന്നത്? ആ പെണ്ണ് ഫോട്ടോ ഇട്ടേന് ശ്രീകാന്തിനെ കുറിച്ചിട്ട് നീ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാനോട്ടോ സച്ചി ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതിയുടെ അടുത്ത്. ഒന്നുമില്ലാതെ എന്തായാലും ആ പെണ്ണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, ഒരിക്കലും ശ്രീകാന്ത് അങ്ങനെയൊന്നും ചെയ്യില്ലടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെടുവാണ്. ആ പെണ്ണ് എന്തിനായിരിക്കും ഇങ്ങനെ എഴുതിയെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, ശ്രീകാന്ത് കല്യാണം കഴിച്ചതാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും ആ പെണ്ണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിന് അവൾക്ക് നാണോ ഇല്ലേ? ഇത് കേട്ട വർഷ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് അവിടുന്ന് ജോലി നിർത്തിയിട്ട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞത്. എന്നാ ഇതിപ്പോ എനിക്ക് നാണക്കേടായില്ലേ? വർഷേ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ സമാധാനപരമായിട്ട് നിൽക്ക്. ഇതൊക്കെ അത്ര വലിയൊരു കാര്യമാണോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, അതെങ്ങനെയാ ആന്റി? ഇതുപോലെ തന്നെ അങ്കിളിനൊപ്പം ചേർന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി സമാധാനപരമായിട്ട് നിൽക്കോ? നീ ഇതിനെ വർഷ എന്നെ ഭയപ്പെടുത്തുന്നതെന്ന് ആന്റി ചോദിക്കുന്ന സമയത്ത്, ആന്റി എനിക്കും അതുപോലെ തന്നെയല്ലേ ഉണ്ടാവുക. വർഷ നിന്റെ ഇമോഷൻസ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ നിനക്ക് ശ്രീകാന്തിന്റെ മേലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് സച്ചി ചോദിക്കുകയാണെ. എനിക്ക് ശ്രീകാന്തിന്റെ മേലെ ഒരു ഡൗട്ടും ഇല്ല. ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ലാന്നും എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ ആ പ്രിയ വേണമെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ കാര്യങ്ങൾ എവിടെയോ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാനും അവന്റെ അടുത്ത് പലതവണ പറഞ്ഞതാണ്. പക്ഷെ അവൻ എന്നെ മനസ്സിലാക്കണ്ടേ? ശരി വർഷേ, നമുക്ക് നോക്കാം എന്താ ഇതിന്റെ പേരിൽ ചെയ്യാൻ വേണ്ടി പറ്റാ എന്നുള്ള കാര്യം. ഇല്ല രേവതി ചേച്ചി, ഇനിയും സമാധാനപരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ ആരാണെന്നുള്ള കാര്യം അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. അവളെ ഞാൻ എന്തായാലും ചുമ്മാ വിടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തില് വർഷ അങ്ങ് ഇറങ്ങി പോവാണ്. വർഷ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് വർഷ ദേഷ്യത്തിൽ അങ്ങ് പോവാണ് കേട്ടോ. ഇതെന്താ സച്ചിയുടെ വർഷ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചന്ദ്ര പതിവ് പോലെ തന്നെ അതിനും രേവതിയാണ് കേട്ടോ കുറ്റം പറയുന്നത്. ഇതുപോലെ ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കിടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം എത്തിയിരിക്കുന്നത്. ശ്രീകാന്തിന്റെ അടുത്ത് പലതവണ പറഞ്ഞതാണ് ആ റെസ്റ്റോറന്റിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട്. എന്നാ അവനത് കേട്ടില്ല. അതിലമ്മ തെറ്റൊന്നുമില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. കാരണം അവൻ സ്വന്തം കാലിൽ നിൽക്കണം എന്നാണ് ആഗ്രഹിച്ചത്, അല്ലാതെ അമ്മായിപ്പന്റെ പണത്തില് റെസ്റ്റോറന്റ് ആരംഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. അതിൽ തെറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ടെണ്ണം കൂടി പറഞ്ഞ് അവനെ വെറുതെ മനസ്സ് മാറ്റിയിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ചന്ദ്രേ, നിനക്ക് രേവതിയെ കുറ്റം പറയുന്ന ആ ശീലം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കേട്ട് മടുത്തു. ഇനി കുറച്ച് നീ മാറ്റിക്കോ, അതാ നല്ലത്. ഇപ്പൊ വർഷയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് പോകുകയാണ് ചെയ്തത്. അച്ഛാ, എനിക്ക് തോന്നുന്നു അവള് ആ പ്രിയനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ള കാര്യം. ഇനിയിപ്പോ അവിടെ പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് രവി ചോദിക്കുമ്പോ, ഞങ്ങൾ എന്തായാലും പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി അതിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. തുടർന്ന് റെസ്റ്റോറന്റിലാണ് കേട്ടോ കാണിക്കുന്നത്. പ്രിയ എന്ന് പറയുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് സ്നേഹം ആണ് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ആ കേക്കിന്റെ മേലെ എഴുതിയിരിക്കുന്നത് ഐ ആം ഇൻ ലവ് എന്നാണ്. ഒരു സ്റ്റാഫ് കൊണ്ടുവന്നിട്ടാണ് ആ കേക്ക് കൊടുക്കുന്നത്. കേക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ സ്റ്റാഫ് അത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് സ്റ്റാഫ് അവിടെ നിൽക്കുന്നത്. ആ കേക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ പ്രിയ. ഉടനെ തന്നെ സ്റ്റാഫ് അവിടുന്ന് പോകും. മറ്റ് സ്റ്റാഫുകളുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവര് എന്തൊക്കെ തോന്നിവാസങ്ങളായി ചെയ്യുന്നത്. ശ്രീകാന്തിന്റെ ഫോട്ടോ കൂടെ ഒരുമിച്ചുള്ളത് ഇട്ടിട്ട് ഞാൻ പ്രണയത്തിന്റെ വലയിൽ വീണു എന്നുള്ള സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു. ഇപ്പൊ ഇതാ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നു ഐ ആം ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയാണെങ്കിലും ശ്രീകാന്ത് ഭാഗ്യവാനടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഒരാള്. ഒന്ന് പോടാ അവിടുന്ന്. ശ്രീകാന്ത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണാവോ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? എന്തായാലും പ്രശ്നമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അർച്ചനായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ആ അതിനകത്ത് ശ്രീകാന്ത് സാറിന്റെ പേരില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന്റെ പേരില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവര് അതാണല്ലോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോഴേക്കും സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ഹാപ്പിനെസ് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും വാ, കേക്ക് കട്ട് ചെയ്യാനാണ് കേട്ടോ വിളിക്കുന്നത്.
അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുറ്റിന് ചെന്ന് നിൽക്കുവാണേ. ആ കറക്റ്റ് സമയത്താണ് ശ്രീകാന്ത് അവിടെ വന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് കൂരി വെക്കുന്നതിന്റെ ഇടയ്ക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയ വർഷയാണെന്നുണ്ടെങ്കിൽ കേറി അങ്ങ് പോവാണ് കേട്ടോ. വർഷയുടെ ആ പോക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ശ്രീകാന്തും വർഷയെന്ന് വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാണ്. അതേസമയം പ്രിയ ആണെന്നുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ. കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്ക് സ്റ്റാഫിനൊക്കെ അങ്ങ് തട്ടി മാറ്റി വർഷ അങ്ങ് കയറി ചെല്ലുവാണേ. വർഷയെ കണ്ട ഉടനെ തന്നെ കേക്ക് കട്ടിയിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ വന്ന ഉടനെ തന്നെ ആ കേക്കിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം കണ്ടിട്ട് കേക്ക് എടുത്തിട്ട് അവളുടെ മുഖത്തേക്ക് ഒരൊറ്റയാണ്. ശ്രീകാന്ത് വന്നപ്പോ കാണുന്നത് മാഡത്തിന്റെ മുഖത്ത് മൊത്തം കേക്ക് ഫേഷ്യൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ട ശ്രീകാന്ത് ആണെങ്കിൽ വർഷ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. പ്രിയ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിന് മുമ്പിൽ ആകെ ഇല്ലാതായ പോലെ ഇങ്ങനെ നിൽക്കുവാണേ. നീ എന്ത് തോന്നിവാസായി കാണിച്ചതെന്നുള്ള കാര്യം പ്രിയ വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അടുത്തത് നിന്റെ മുഖന്തയാണ് ഇടിച്ചു ഉടയ്ക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടിയിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വർഷയെ പിടിച്ചു നിർത്തുവാണ് കേട്ടോ ശ്രീകാന്ത്. എന്നിട്ട് നീ എന്ത് തോന്നിവാസായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? അതേടാ എനിക്ക് പ്രാന്താണ്. ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ, ആ എനിക്ക് പ്രാന്ത് തന്നെയാണ്. നീ എന്തിനാ വർഷം ഇങ്ങനെ ഒച്ചയെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടി പോകരുത്, നീ ഒറ്റൊരുത്തൻ കാരണമാണ്, എല്ലാം നീ കൊടുത്ത ഇടമാണ്. ഇവൾ എന്ത് തോന്നിയാസാണ് പോസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നീ കണ്ടോ? നിന്റെ ഫോട്ടോ വെച്ചിട്ട് അവൾ തോന്നുന്ന പോലെ എഴുതിയത് പോരാത്തതിന് ഇവിടെ ഐ ആം ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അവൾ എത്ര മോശപ്പെട്ട കാര്യം ചെയ്യുന്നതെന്ന് കണ്ടോ? ഞാൻ വിളിച്ചപ്പോഴേ നീ ഈ റെസ്റ്റോറന്റ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വരുമായിരുന്ന കാര്യങ്ങള്, ഇവള് ഇത്രയും വരെ പോവായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണേ. ഇത് കേട്ട ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പ്രിയ നീ എന്ത് തോന്നുവാസായി കാണിക്കുന്നത്? നിന്റെ കളിക്ക് ഒരതിരില്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഞാന് വർഷ പറഞ്ഞപ്പോ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയില്ല, അതില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് നമ്മുടെ മേലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ കുറച്ചു നാളായിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് കേട്ട ഉടനെ തന്നെ പ്രിയ പറയുന്നുണ്ട്, ബിക്കോസ് ഐ എം ഇൻ ലവ് വിത്ത് യു ശ്രീകാന്ത്. എന്താ പ്രിയ, നിനക്ക് വട്ടാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, അത് എനിക്ക് പ്രശ്നമല്ല. ഇത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് അങ്ങ് കാലി കയറുന്നുണ്ട്. അടിക്കാൻ വേണ്ടി കൈയൊങ്ങുമ്പോഴേക്കും വർഷ വേണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുവാണ് ശ്രീകാന്ത്. നിനക്ക് നാണോ ഇല്ലടി മറ്റൊരാളുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്? ഇതോടുകൂടി എല്ലാം നിർത്തിക്കോണം. എന്തെങ്കിലും പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉദ്ദേശിച്ചാലെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോഴേക്കും, അല്ല ശ്രീകാന്തേ, ഐ റിയലി ലവ് യു. എടി നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കുന്നു പറഞ്ഞിട്ട് വർഷ വീണ്ടും പ്രിയക്ക് നേരെ അങ്ങ് ചെല്ലുവാണേ. പക്ഷെ ശ്രീകാന്ത് തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രിയ പറയുന്നത്, ഞാൻ ശ്രീകാന്തെ നിന്റെ അടുത്ത് എന്നെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് ആരെ കൊണ്ട് തടുക്കാൻ വേണ്ടി പറ്റില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ പ്രിയ മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്തതുപോലെ പോകുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സച്ചി രേവതിയും കയറി വരുന്നത്. ഇതെന്താ അവളുടെ മുഖത്ത് എന്തോ ഫേഷ്യൽ ചെയ്തതുപോലെ ഉണ്ടല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും കാറിൽ കയറിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം വർഷയാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ഇവിടെ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് നടന്നതെന്ന്, മിണ്ടരുത് എന്റെ അടുത്ത്, നീ പോടാ എന്ന് പറഞ്ഞിട്ട് വർഷയും ചൂടായിട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. അതിന്റെ പുറകെ തന്നെ ശ്രീകാന്ത്. ഇവരെ കണ്ടിട്ടൊന്നും നിൽക്കാതെ ദേഷ്യം പിടിച്ചിട്ട് വർഷം അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രീകാന്ത് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്താ നടന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാണ്. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രീകാന്ത് രണ്ടുപേരെയും അറിയിക്കുവാണ്. ഇത് കേട്ട ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, അവൾ ചെയ്തത് ശരി തന്നെയാണ്, അവളെ പോലത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. എടാ ശ്രീകാന്ത്, നീ കല്യാണം കഴിച്ചാന്നുള്ള കാര്യം ആ പെണ്ണിന് അറിയില്ലേ, പിന്നെ എന്തിനാണ് അവൾ സ്നേഹിക്കുന്നത്? എനിക്കും അറിയില്ല സച്ചിയേട്ടാ, ശരിക്കും അവൾക്ക് വട്ടാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആരെങ്കിലും സ്നേഹിക്കോ? എടാ ശ്രീകാന്ത്, നീ അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കി സച്ചിയേട്ടാ, അവൾ എന്റെ അടുത്ത് പറയണം ഞാൻ നിങ്ങളല്ലേ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ലല്ലോ എന്ന്. ഇത് പ്രത്യേകതരം സ്നേഹമാണല്ലോ എന്ന് ശ്രീകാന്തിന്റെ അടുത്ത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ടേ. ഇതൊന്നും സ്നേഹമല്ല സച്ചിയേട്ടാ, പണത്തിന്റെ അഹങ്കാരമാണ്. ഞാനായിരുന്നു അവളുടെ സ്ഥാനത്ത് നിന്ന് ചെരുപ്പൂരി അവളെ ഞാൻ അടിച്ചേനെ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. രേവതി, നീ എന്നെക്കാളും വയലന്റ് ആവല്ലേ, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് വരുമോ? സച്ചിയേട്ടാ, അവർ രണ്ടുപേരും നല്ല സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ പെണ്ണ് വന്നിട്ട് പ്രശ്നമായി, ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായില്ലേന്ന് ചോദിക്കുകയാണ്. ഇനി ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി സച്ചിൻ രേവതി എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്തായാലും പ്രിയയെ വർഷ ഒരിക്കലും വെറുതെ വിടുന്നുള്ള കാര്യം തോന്നുന്നില്ല. വർഷ ഈ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്